ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ 17ാമത്തെ സെഷനാണ്. ഇതിൽ നമ്മൾ ട്രേഡ് യൂണിയൻസിൻ്റെ റൂൾസാണ് നോക്കുന്നത്. അതായത് നമ്മൾ ട്രേഡ് യൂണിയൻസ് രജിസ്ട്രേഷന് ഈ പറയുന്ന റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമ്മളൊരു ട്രേഡ് യൂണിയൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റൂൾസ് പ്രകാരമായിരിക്കണം ആ ട്രേഡ് യൂണിയൻ ഫോർമേഷൻ ഉണ്ടാവേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. അതായത് ആ ട്രേഡ് യൂണിയന് കൃത്യമായൊരു പേരുണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ട്രേഡ് യൂണിയന് ഒരു ജനറൽ ഫണ്ട് ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടതായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ട്രേഡ് യൂണിയനിലെ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ട്രേഡ് യൂണിയൻസിൽ ഉള്ള മെമ്പേഴ്സിൽ പകുതി മെമ്പേഴ്സ് ആ ഒരു ഇൻഡസ്ട്രിയിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. എന്നാലേ ആ ട്രേഡ് യൂണിയനിൽ അവർ മെമ്പേഴ്സായിട്ട് കാര്യമുള്ളൂ. പിന്നെ ഈ പറയുന്ന ട്രേഡ് യൂണിയനിൽ അംഗമാവാനായിട്ടുള്ള മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അത് ഒരിക്കലും ഈ താഴെ പറയുന്ന രീതിയിൽ കുറയാനായിട്ട് പാടില്ല. റൂറൽ വർക്കേഴ്സിന് ₹1 പെർ ആനം മിനിമം ഉണ്ടാവണം. അതുപോലെ തന്നെ മറ്റുള്ള വർക്കേഴ്സ്, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലുള്ള വർക്കേഴ്സ് ആണെങ്കിൽ പെർ ആനം ₹3 എങ്കിലും മിനിമം ഉണ്ടാവണം. മറ്റുള്ള കേസിലുള്ള വർക്കേഴ്സ് ആണെങ്കിൽ ₹12 പെർ ആനം. ആ രീതിയിലാണ് ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ വരുന്നത്. മിനിമം കേട്ടോ, മാക്സിമം എത്ര വേണമെങ്കിൽ ആവാം. ഓക്കെ. ഇനി ആ ട്രേഡ് യൂണിയനിലെ മെമ്പേഴ്സിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തൊക്കെ ഡിസിപ്ലിനറി ആക്ഷൻസ് എങ്ങനെയാണ് എടുക്കുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, അതിൻ്റെ ഫൈൻ കാര്യങ്ങൾ എന്താണ്, പിന്നെ ഈ പറയുന്ന ട്രേഡ് യൂണിയൻ ഫോളോ ചെയ്യുന്ന റൂൾസ് ഏതൊക്കെ രീതിയിലാണ് ഭേദഗതി ചെയ്യേണ്ടത്, പിന്നെ ഈ പറയുന്ന നമ്മളുടെ ഏതൊക്കെ രീതിയിലാണ് ട്രേഡ് യൂണിയനിലെ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ട്രേഡ് യൂണിയൻ റൂൾസിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതിൽ എല്ലാം ഉണ്ടാവും. ഇനി വൺസ് നമ്മൾ ഈ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ്? നമുക്ക് നമ്മളുടെ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് അതിൻ്റെ രജിസ്ട്രാർ നമുക്ക് ട്രേഡ് യൂണിയൻ സെക്ഷൻ 8 അനുസരിച്ച് നമ്മളുടെ ട്രേഡ് യൂണിയനെ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളത് ആയി. അപ്പോൾ ആ രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ട്രേഡ് യൂണിയൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, രജിസ്റ്റേർഡ് ചെയ്ത ട്രേഡ് യൂണിയന് ഒരു പെർപെക്ച്വൽ സക്സഷൻ, അതായത് ഒരിക്കലും അത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നൊരു സംഗതിയല്ല. അതിലുള്ള മെമ്പേഴ്സൊക്കെ മാറിപ്പോയാലും ഇനി അതിന് പിന്തുടർച്ച അവകാശികൾ വന്ന് അതിനെ തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ്. പിന്നെ എല്ലാ ട്രേഡ് യൂണിയൻ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻസിനും ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കണം. എല്ലാ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻസിനും മൂവബിളും ഇമ്മൂവബിൾ ആയിട്ടുള്ള ഏതൊരു പ്രോപ്പർട്ടി കൈവശം വയ്ക്കാനുള്ള അവകാശമുണ്ട്. ഏത് രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻസിനും മറ്റുള്ള ഏതെങ്കിലും അസോസിയേഷനെ എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യാം. അതുപോലെ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ്റെ പേരിലും വേറെ മറ്റുള്ള അസോസിയേഷൻസിനും ഇവരെയും എഗെയിൻസ്റ്റ് ആയിട്ടും കേസ് ഫയൽ ചെയ്യാം. ഇങ്ങനെ നമ്മളുടെ ട്രേഡ് യൂണിയൻസിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രേഡ് യൂണിയൻ രജിസ്ട്രാർ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്ന പേഴ്സണാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇതുപോലെ തന്നെ ഇൻഡസ്ട്രീസിൽ ട്രേഡ് യൂണിയൻസിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രാറിനെ അപ്പോയിൻ്റ് ചെയ്യും. അതുകൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ഒരു രജിസ്ട്രാറിനെയും അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. സോ ഇങ്ങനെയുള്ള രജിസ്ട്രാറിൻ്റെയും അസിസ്റ്റൻറ്റ് രജിസ്ട്രാറിൻ്റെയും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് പ്രത്യേകമായിട്ട് സെക്ഷൻ 7(5) ഒക്കെ നമ്മുടെ ട്രേഡ് യൂണിയൻ ആക്ടിൽ പറയുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് അവർ ആക്ട് ചെയ്യേണ്ടത്. സെക്ഷൻ 7, 5, 8 ഒക്കെ അതനുസരിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഒരു രജിസ്ട്രാറിന് ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പെർഫെക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് അത് നമുക്ക് അതിൻ്റെ എല്ലാ ക്വാളിഫിക്കേഷൻസും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയനായിട്ട് അംഗീകരിക്കാം. അങ്ങനെ അംഗീകരിച്ചിട്ടുള്ള ട്രേഡ് യൂണിയൻസിനെ രജിസ്ട്രാർ എന്ത് ചെയ്യുന്നു, നമ്മുടെ രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത ശേഷമാണ് അവർക്ക് ഈ പറയുന്ന ട്രേഡ് യൂണിയനിലെ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. അതുമാത്രമല്ല, ഈ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർക്ക് ഒരു ലെറ്റർ, ഇങ്ങനെ അവരുടെ ഒരു ട്രേഡ് യൂണിയൻ അംഗീകരിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ലെറ്ററും കൂടി ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കും ഇനീഷ്യലായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇൻ കേസ് ഇപ്പം ഏതെങ്കിലും ട്രേഡ് യൂണിയൻ്റെ ഒരു അപേക്ഷ രജിസ്ട്രേഷന് വേണ്ടി തന്നത് രജിസ്ട്രാറിന് അത്രയും സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നാതെ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കാണിച്ചുള്ള റിഫ്യൂസൽ ലെറ്റർ ആ ട്രേഡ് യൂണിയന് ഈ പറയുന്ന രജിസ്ട്രാർ അയച്ചു കൊടുക്കുന്നുണ്ടാവും. അത് നമ്മുടെ രജിസ്ട്രാറിൻ്റെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്.
ഇനി നമ്മളുടെ ഈ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ്റെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ചില പോയിന്റ്സ് തന്നെയാണ് അതിൽ വരുന്നത്. ശരിക്കും ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു പെർപെച്വൽ സക്സഷൻ ഉള്ളതാണ്. ദാറ്റ് മീൻസ് ഒരു തുറന്ന് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതിനൊരു കോമൺ സീൽ ഉണ്ടാവും. പിന്നെ അവർക്ക് എന്തെങ്കിലും മൂവബിളും ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യാനും സെല് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ അവർക്ക് വേറെ അസോസിയേഷനെ എഗെയിൻസ്റ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടോ മറ്റുള്ള അസോസിയേഷൻസിനോ എന്ത് ചെയ്യാം, കേസുകൾ ഫയൽ ചെയ്യാം. പിന്നെ ഒരിക്കലും ഒരു സിവിൽ സ്യൂട്ടോ അല്ലെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സോ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർഡ് ട്രേഡ് യൂണിയൻ ഒരു ട്രേഡ് ഡിസ്പ്യൂട്ടിൽ ഏർപ്പെട്ടു എന്നുള്ള പേരിൽ കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഈ പറയുന്ന രജിസ്റ്റർഡ് ട്രേഡ് യൂണിയനിലെ മെമ്പേഴ്സ് അവരുടെ ട്രേഡ് യൂണിയനിൽ ഒബ്ജക്റ്റ് അല്ലാത്ത അവരുടെ ഒബ്ജക്ട്സിലല്ലാത്ത ഒരു കാര്യത്തിനെ ബേസ് ചെയ്തൊരു എഗ്രിമെൻറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരു വോയിഡബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് അത് എടുക്കാൻ പറ്റില്ല. അതിനെ ശരിക്കും വാലിഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ രജിസ്റ്റർഡ് ട്രേഡ് യൂണിയൻസിൻ്റെ ലീഗൽ സ്റ്റാറ്റസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് എന്താണ്? ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷനിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടോ ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റോ ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് ഇപ്പോൾ ചിലപ്പോൾ സ്ട്രൈക്ക്, ഗറാവോസ്, ഗോ സ്ലോ ടാക്ടിക്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പം ഈ പറയുന്ന റിട്രെഞ്ച്മെൻറ്റ്, ഡിസ്മിസൽ, ലോക്കൗട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ടോട്ടലി ആ ഇൻഡസ്ട്രി വർക്കിംഗ് അല്ലാത്തൊരു കണ്ടീഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു മാന്ദ്യം ഉണ്ടാവുന്നു, അതുപോലെ നാഷണൽ ഇൻകമിൽ ഡിക്ലൈൻ ഉണ്ടാവുന്നു. ഇതാണ് ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ്. ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് നമുക്ക് രണ്ട് രീതിയിലാണ് വരുന്നത്. ഓർഗനൈസ്ഡ് അൺട്രസ്റ്റും ഉണ്ട്, അൺഓർഗനൈസ്ഡ് അൺട്രസ്റ്റും ഉണ്ട്. ഓർഗനൈസ്ഡ് അൺട്രസ്റ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് അറിയാവുന്നത്, നമ്മൾ ഇൻഫോം ചെയ്തിട്ടുള്ളതായിട്ടുള്ള അൺട്രസ്റ്റ് കണ്ടീഷനാണ്. ഇപ്പോൾ ഈ പറയുന്ന സ്ട്രൈക്ക്, ലോക്കൗട്ട്സ്, അതുപോലെ പൊളിറ്റിക്കൽ ആക്ഷൻസ്, ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഇൻഫോം ആയിട്ട് വരുന്നതാണ്. ഒക്കെ കളക്റ്റീവ് നേച്ചറിൽ എല്ലാ എംപ്ലോയീസും ഇൻവോൾവ് ചെയ്തിട്ടൊക്കെ വരുന്നതാണ് ഓർഗനൈസ്ഡ് അൺട്രസ്റ്റ്. അതേസമയം അൺഓർഗനൈസ്ഡ് അൺട്രസ്റ്റ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലാണ്, ഒരു വ്യക്തി മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ലൈക്ക് ആബ്സെൻറ്റിസം, ലേബർ ടേൺ ഓവർ, ലോ പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത്, അതുപോലെ ആക്ട് ഓഫ് ഇൻഡിസിപ്ലിൻ, വർക്കിംഗ് വിത്തൗട്ട് എന്തൂസിയാസം, ഇതൊക്കെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള അൺട്രസ്റ്റ് ആണ്. ഏത് അൺട്രസ്റ്റ് വന്നാലും അത് മൊത്തത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു റിസഷനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്. അതിൽ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഹയർ വേജ് ഡിമാൻഡ് ചെയ്തിട്ട് സാലറി ഇൻക്രിമെൻറ്റ്, മോണിറ്ററി റിവാർഡ്സിനൊക്കെ വേണ്ടിയിട്ട് എന്താവാം, ഓർഗനൈസ്ഡ് അൺട്രസ്റ്റ് ഫോം ചെയ്യാം. പിന്നെ ഈ പറയുന്ന ബോണസ് ഡിമാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സ് ഡിമാൻഡ് ചെയ്യുക, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഡിമാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഈ പറയുന്ന എംപ്ലോയീസ് മറ്റുള്ള ഇൻഡസ്ട്രിയിൽ അവരുടെ അതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റുള്ള കമ്പനീസിൻ്റെ ഇത് കമ്പയർ ചെയ്തിട്ട് അലവൻസിൽ ഹൈക്ക് ചോദിക്കുക, ഫെസ്റ്റിവൽ അലവൻസിൽ, പിന്നെ അവരുടെ HR അലവൻസ്, ഇതാണ് അവരെന്താണ് അവരുടെ ഓർഗനൈസേഷന് കിട്ടുന്നത്, മറ്റുള്ളവർ എന്താണ് കിട്ടുന്നത്, അപ്പോൾ അതിലുള്ള കമ്പാരിസണിലുള്ള പോരായ്മ അതൊക്കെ ഉന്നയിച്ചുകൊണ്ട് അവർ സമരങ്ങളിൽ ഏർപ്പെടാം. ഇതാണ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് വരുന്നത്. ഇനി നോൺ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് അവേഴ്സ് കൂടുതലാണെന്നും പറഞ്ഞിട്ട് റെസ്റ്റ് അവേഴ്സ് ഇല്ല എന്നും, ട്രാവലിംഗ് അവേഴ്സ് അങ്ങനെയൊക്കെ ട്രാവലിംഗ് അവേഴ്സ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ, പിന്നെ പുതിയ മെഷീനറീസ്, ടെക്നോളജീസ്, എന്തെങ്കിലും മോഡേണൈസേഷനൊക്കെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നാൽ അതൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റിന്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് ആണ്. ഒന്ന്, ഇപ്പോൾ എന്തെങ്കിലും സെറ്റിൽമെൻറ്റ്സോ എഗ്രിമെൻറ്റ്സോ അത് പ്രോപ്പറായി ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നം കൊണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ട്രേഡ് യൂണിയൻസിനെ വീക്കൻ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക, അതുപോലെ തന്നെ അവർ ഫേക്ക് ആണെന്നുള്ള രീതിയിൽ അവരെ വിഡ്ഢികളാക്കുക, പിന്നെ അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് അത് പ്രോപ്പറാക്കാതിരിക്കുക, പിന്നെ ഈ പറയുന്ന പോലെ നല്ല ലീഡേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് എക്സ്പേർട്ട് അല്ലാത്തവരുണ്ടാവുക, പിന്നെ ഈ പറയുന്ന വർക്ക് ലോഡ്സ്, അതുപോലെ ഫേവറിറ്റിസം, ഇതൊക്കെ പ്രൊപ്പോർഷണൽ അല്ലാതിരിക്കുക. ചിലർക്ക് നല്ല ഇഫക്റ്റീവായിട്ട് വർക്ക് ലോഡ് കൊടുക്കുക, ചിലർക്ക് ഓവറായിട്ട് കൊടുക്കുക. ഫേവറിറ്റിസം ഒരാൾക്കാരെ മാത്രം
അനുകൂലിക്കുക, മറ്റുള്ളവരെ അനുകൂലിക്കാതിരിക്കുക. പിന്നെ എംപ്ലോയീസിനെ വിക്ടിംസ് ആക്കുക, പിന്നെ പവർ കൊണ്ട് അവരെ സ്വാധീനിക്കുക, പിന്നെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ, പ്രൊമോഷൻ ട്രാൻസ്ഫറിലൊക്കെ അവരെ പവർ കൊണ്ട് സ്വാധീനിച്ച് അതിലൊക്കെ ഒരുപാട് ഡിസ്പ്രപ്പോർഷൻസ് ഒക്കെ കൊണ്ടുവന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാസ് കൊണ്ടും ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് ഫോം ചെയ്യാം. ഓക്കെ.